ഹായ്. അപ്പോൾ ഞാനിവിടെ കിച്ചണിലാണ് നിൽക്കുന്നത് നമ്മുടെ. അപ്പോൾ നമ്മൾ കിച്ചണിലെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ച് ഞാൻ വളർത്തിയിട്ടുണ്ട്. കുറേ കാലം കൊണ്ട് വളർത്തുന്നുണ്ട്. കാണിക്കാവേ. കണ്ടോ, ഞാൻ ഭരണിയിലൊക്കെയാണ് ഇങ്ങനെ വെക്കുന്നത്. കണ്ടോ, നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. നല്ല ഇലയൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ബ്രാൻഡൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ഇലകളൊക്കെ ഒരുപാട് വന്ന്. ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഭരണിക്കകത്ത് കുറച്ച് അടിയിൽ സ്റ്റോൺ ഇട്ട് വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചതാണ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം മാറും. പിന്നെ തീരുമ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് തീരുമ്പോൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്രഷ് ഇലയാണ്. നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട്. സൂര്യപ്രകാശം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കുറച്ച് സൂര്യപ്രകാശം കിട്ടും, അകത്തല്ലേ, എന്നാലും വലുതായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഒരു ചെറിയ ഭരണിയില, കണ്ടോ, ചെറിയ ഭരണിയിലും കിളിപ്പിക്കുന്നുണ്ട്. ഇതിങ്ങനെ അകത്ത് നന്നായിട്ട് വേരിറങ്ങി വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിലാണ് ഞാൻ കിളിപ്പിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ചായക്കപ്പിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മണി പ്ലാന്റിനോട് ഭയങ്കര എന്തോ ഒരു അട്രാക്ഷനാണ്. വെറൈറ്റി മണി പ്ലാന്റ് ഒക്കെ കിട്ടിയാൽ ഞാൻ വളർത്തും കേട്ടോ, മണി പ്ലാന്റ് തന്നെ. പക്ഷെ എൻ്റെ വെറൈറ്റി അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കാണും, ഇഷ്ടപ്പെടും. ഇച്ചിരി കളർ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ചിട്ട് ഇച്ചിരി ഓടിച്ചെടുക്കും. അത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അകത്തൊക്കെ വെക്കും. പെര നിറച്ച് മണി പ്ലാന്റ് ആണ്. പിന്നെ എൻ്റെ കയ്യിൽ വെറൈറ്റി എന്ന് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പറയാനാ. ഇത് നന്നായിട്ട് കിളിച്ചു. ഇത് മണ്ണിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ആ നമ്മുടെ വിൻഡോയുടെ അവിടെ കുറച്ച് പോർഷനുണ്ട് വെക്കാൻ, ചെടികളൊക്കെ വളർത്താനുള്ള. അപ്പോൾ അവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ട് 2 ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഈ ഗ്രീൻ്റെ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഈ പുള്ളിയുള്ളതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ പുള്ളിയുള്ളത് നല്ലതായിട്ട് ഫുള്ള് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പൊട്ടി നല്ല ഇതളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെള്ളത്തിലോ അകത്തുമൊക്കെ ആയിട്ട് വെക്കണം. അപ്പോൾ എനിക്ക് മണി പ്ലാന്റിനോട് എന്താണെന്നറിയില്ല, കുറേ കാലമായി വലിയൊരു അട്രാക്ഷൻ വരുന്നുണ്ട് മണി പ്ലാന്റിനോട്. വേറെ ഒരു ചെടി എനിക്ക് വെക്കണമെന്നോ അതിനെ പരിപാലിക്കണമെന്നോ വളർത്തണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ മണി പ്ലാന്റ് എവിടെ കണ്ടാലും എൻ്റെ കൈ അറിയാതെ അവിടോട്ട് ചെല്ലും. അവരോട് ചോദിച്ചിട്ട് പിച്ചിക്കൊണ്ട് വന്ന് ഇങ്ങനെ പെര നിറച്ച് വെക്കും. കിച്ചണിലും ഒരു 4-5 ബോട്ടിൽ വെച്ചിട്ടുണ്ട്, ഹോളിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ എടുത്ത് മണി പ്ലാന്റാണ്. പെര നിറച്ചും പെരയുടെ പുറത്തും എല്ലാം മണി പ്ലാന്റാണ്. പക്ഷേ പൈസ ഒന്നും അതുപോലെ ഇല്ല കേട്ടോ, പൈസ ഒന്നും വരാൻ തുടങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിക്കാൻ വിൻഡോയിൽ അവിടെ വെച്ചേക്കുന്നതെന്ന് കണ്ടോ, ഇങ്ങനെ ഞാൻ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ പോർഷനാണ് ഇവിടെ വിൻഡോയുടെ ഗ്യാസിൻ്റെ മണ്ടയ്ക്കത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്, ചെറിയ സൂര്യപ്രകാശമൊക്കെ ഗ്ലാസ്സിനകത്തൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ ഈ പോട്ടൊക്കെ വെച്ചേക്കുന്നത് മണി പ്ലാന്റിൻ്റെ. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഇവിടെ കപ്പിനകത്ത്, ഇവിടെ ബോട്ടിലിനകത്ത്. പിന്നെ പുറത്ത് കണ്ടോ നമ്മുടെ അലോരയും വെച്ചിട്ടുണ്ട്. കണ്ടോ, അലോര അത് കുറേ കാലമായതാണ്. ഫുള്ള് തിക്കായിട്ട് വന്നേക്കോ, ചട്ടി നിറഞ്ഞ് ഇങ്ങനെ ഇത് വന്നേക്കോ. ഞാൻ കുറച്ച് കൊണ്ടുവന്ന് ടെറസേ വെച്ചിട്ടുണ്ട്.